ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാന്റെ നില വളരെ ഗുരുതരമായി തുടരുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് അഫാന്റെ ജീവൻ ഇപ്പോൾ നിലനിർത്തിയിരിക്കുന്നത്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവർ. ഞാൻ ഇന്നലെ അഫാനെ കുറിച്ചിട്ട് 5 പേരെ കൊന്ന് തിരുവനന്തപുരം വെഞ്ഞാറമൂടിലെ അഫാനെ കുറിച്ചൊരു വാർത്ത കണ്ടു. അഫാന് ജയിലിൽ ജീവനൊടുക്കാൻ ശ്രമിച്ചു, അതീവ ഗുരുതരാവസ്ഥയിലാണ്. ആ സമയത്ത് ആ ഉപ്പുണ്ടല്ലോ, അഫാന്റെ ഉപ്പ, നിർഭാഗ്യവാനായ പാവം മനുഷ്യൻ, ഇവൻ അനുഭവിച്ചതിന്, ഇവൻ ചെയ്തതിന് അവൻ തന്നെ അനുഭവിക്കണം എന്ന് പറഞ്ഞിട്ട് ആ മകനെ തള്ളി പറയുന്ന ഒരു ഉപ്പാനെ കാണാൻ വന്നു. ഞാൻ ആ മനുഷ്യൻ്റെ മാനസികാവസ്ഥ ഇങ്ങനെ ആലോചിച്ചു. പടച്ചറബ്ബേ, സ്വന്തം മകനായ ഒരു ചെറിയൊരു കുട്ടി മരണപ്പെട്ടു, സ്വന്തം ഉമ്മ മരണപ്പെട്ടു, സഹോദരനെ ഈ ഒരു മകൻ കൊന്നു, അവരുടെ ഭാര്യയെ കൊന്നു, ആ കുടുംബം തകർത്തു, കടം കൊണ്ട് ആ മനുഷ്യർക്ക് പുറത്തിറങ്ങാൻ പറ്റാതായി. എന്നിട്ട് ജയിലിൽ ഇപ്പോൾ എങ്ങനെ ജയിലിൽ ഇവൻ്റെ ഈ ഒരു ആത്മഹത്യാശ്രമം എങ്ങനെ നമുക്ക് മനസ്സിലാവണില്ല, നമുക്ക് പറയാം. എന്നിട്ട് ആ മകനെ തള്ളിപ്പറയാൻ കാണിക്കുന്ന ആ ഉപ്പയുടെ മാനസികാവസ്ഥ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ, തള്ളിപ്പറയുമ്പോഴും ഒരു ഉപ്പ എന്ന നിലക്ക് ആ മനുഷ്യൻ ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ടാവും. ഒരു കുടുംബത്തിലും അങ്ങനെ അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. കാരണം ഈ അഫാന് 5 പേരെ കൊന്നിട്ടാണ് ഇവൻ ജയിലിൽ പോകുന്നത്. ഫെബ്രുവരി 24 ഇവൻ ഈ സ്വന്തം അനിയനെ, അതേപോലെ കാമുകിയെ, ഫർസാന എന്ന് പറയുന്ന കാമുകിയെ, അതോടൊപ്പം പിന്നെ ഉപ്പയുടെ സഹോദരനെ, അവരുടെ ഭാര്യനെ, ഇവരൊക്കെ അങ്ങനെ 5 പേരെ കൂട്ടക്കൊല നടത്തിയിട്ട് അതിക്രൂരത ചെയ്തിട്ട് ഇവൻ ആ സമയത്ത് തന്നെ എന്തോ ഒരു വിഷമൊക്കെ കഴിച്ചിട്ടാണ് ഇവർ പോലീസിന് മുന്നിൽ കീഴടങ്ങുന്നത്. പിന്നീട് ഇവൻ ജയിലിലേക്ക് എത്തിയിട്ട് പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കെ തന്നെ ബാത്റൂമിൽ കയറിയിട്ട് എന്തോ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തി എന്നൊക്കെ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഈ ജയിലിൽ ഇതെങ്ങനെ സംഭവിക്കാമെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം ഇവൻ പൂജപ്പുര സെൻട്രൽ ജയിലാണ് കഴിയുന്നത്. അതും ജയിലിൽ എന്ന് പറഞ്ഞാൽ 2 തരം ജയിലുണ്ട്. ഇപ്പോൾ സാധാരണ ഒരാളെ തടവാക്കിയിട്ട് ജയിലിലാക്കി കഴിഞ്ഞാൽ ജയിലിൽ ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് കിട്ടും. ആ സൗകര്യങ്ങളൊന്നും കിട്ടാത്ത ജയിലിനുള്ളിലെ ജയിൽ എന്ന് പറയുന്ന ഒരു C ബ്ലോക്കുകളുണ്ട്. അത്തരം ഒരു ബ്ലോക്കിലാണ് ഈ അഫാനെ പാർപ്പിച്ചിരുന്നത്. അഫാനെ കാണാൻ ബന്ധുക്കൾക്കൊന്നും പറ്റില്ല, ബന്ധുക്കളെ കാണാൻ സമ്മതിക്കില്ല, കാണാൻ ആരും വന്നിട്ടുമില്ല. സാധാരണ തടവുകാരെ ആഴ്ചയിൽ 2 തവണ ബന്ധുക്കൾക്ക് വന്ന് കാണാം, മറ്റേ സുഹൃത്തുക്കൾക്ക് വന്ന് കാണാം, പക്ഷേ വക്കീൽ എപ്പോഴും കാണാം. പക്ഷെ അഫാന്റെ കാര്യത്തിൽ ഇവരൊക്കെ കൈയൊഴിഞ്ഞിക്കുക. കാരണം എങ്ങനെ കൈയൊഴിയാതിരിക്കുക? അപ്പോൾ ഇവൻ അത്രയും സ്ട്രെസ്സിൽ കൂടെ കടന്നു പോകുന്ന ഒരാളാവും. പിന്നെ ഇവൻ അവിടെ ബാത്റൂമിൽ കയറിയിട്ട് തൂങ്ങിയെന്നും അങ്ങനെ അലക്കാനിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു മുണ്ട് എടുത്തിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇവിടുത്തെ ഞരമ്പ് പൊട്ടി തലച്ചോറിലേക്കുള്ള ഇതൊക്കെ നിലച്ചു. അതിതീവ്ര പരിചരണ വിഭാഗത്തിലാണ്, വെന്റിലേറ്ററിലാണ്. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാനൊക്കെ എന്നൊക്കെയാണ് പോലീസ് പറയുന്നത്. ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുമ്പോൾ എന്താണ് അപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും പടച്ച റബ്ബ്, നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, അള്ളാഹു ക്ഷമിക്കട്ടെ, പുറത്തു കൊടുക്കട്ടെ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളൊരാളെ ജഡ്ജ്മെൻറ്റ് ചെയ്യണ്ട. പക്ഷേ ഇങ്ങനെ ഒരു ജയിലിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എങ്ങനെയാണ്? കാരണം അവിടുത്തെ ബാത്റൂമിൽ ചെയ്തു എന്നാണ് ഈ മാധ്യമങ്ങളിൽ കണ്ടത്. ജയിലുകളിലെ ബാത്റൂമിൽ ഇങ്ങനെ ജീവൻ ഒടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവില്ല. കാരണം ബാത്റൂമിൻ്റെ ഹാഫ് ഡോറേ ഉണ്ടാവുള്ളൂ. കാരണം ഇത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പിന്നെ ആ ജയിലിൻ്റെ ഉള്ളിലേക്ക് ആയുധങ്ങൾ, കത്തി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അടുക്കള ഉപകരണങ്ങളൊന്നും സ്പൂണ് പോലും കയറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കെ ഇതെന്താണ് സംഭവിച്ചത്? ജയിൽ അധികൃതരുടെ കയ്യിൽ വീഴ്ച ഉണ്ടോ? ഈ വിഷയത്തിൽ ജയിൽ സൂപ്രണ്ട്, ജയിൽ ജീവനക്കാരുടെ കയ്യിൽ പിഴവില്ല. ഇവന് വേറൊരു തടവുകാരെ കൂടെയാണ് കഴിഞ്ഞിരുന്നത്. അയാൾ ഫോൺ വിളിക്കാൻ വേണ്ടിയിട്ട് ജയിലിൽ നിന്ന് പുറത്തേക്ക് പോയ സമയത്ത് എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് അഫാന് പുറത്തിറങ്ങി. അങ്ങനെ പുറത്തിറങ്ങിയപ്പോഴാണ് അലക്കാനിട്ടിരുന്ന തുണി ഉപയോഗിച്ച് കഴുത്തിൽ മുറുക്കിയിട്ട് ഇവൻ ചെയ്തത് എന്നാണ്. ഒരിക്കലും ബാത്റൂമിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരിക്കലും ഉണ്ടാവില്ല. പിന്നെ മറ്റെന്തെങ്കിലും തടവുകാരുമായിട്ട് ക്ലാഷോ മറ്റോ ഉണ്ടായോ? അപ്പോൾ അഫാന്റെ കാര്യത്തിൽ അഫാൻ ഒരു സ്പെഷ്യൽ ബ്ലോക്കിൽ ആരോടും മിണ്ടാൻ കഴിയാതെ ജയിലിനുള്ളിലെ C ബ്ലോക്കിൽ കഴിഞ്ഞിരുന്ന ഒരാളാണ്. ബാക്കിയൊക്കെ അന്വേഷണത്തിൽ വരട്ടെ. പക്ഷെ ഒരു കാര്യം പറയാം, ഇവൻ ലഹരിക്ക് അഡിക്റ്റ് ആയ ആളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വീഡിയോ ഗെയിമിന് അഡിക്റ്റ് ആയിട്ടൊന്നും ചെയ്തതല്ല. കുടുംബത്ത് യഥാർത്ഥ രീതിയിൽ വളരേണ്ട രീതിയിൽ വളരാതെ മാനസിക സംഘർഷത്തിലൂടെ വന്ന് തകർന്നു പോയൊരു കുടുംബം ഏതറ്റം വരെ എത്തുന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ ഒരു അഫാന്റെ കാര്യം. അവൻ്റെ ഉള്ളിൽ ഇപ്പോൾ തോന്നിയിട്ടുണ്ടാവും, ആ സഹോദരൻ അഫ്സാന്റെ മുഖം വരുന്നുണ്ടാവും. അവൻ പ്രണയിച്ചിരുന്ന ഫർസാന, അതിൻ്റെ എന്നൊക്കെ കടം വാങ്ങി അങ്ങനെയാക്കാം ഇങ്ങനെയാക്കാം എന്ന് പറഞ്ഞിട്ട് ചുറ്റിക കൊണ്ട് ഈ റിപ്പർ ചന്ദ്രനെ പോലെ അതിക്രൂരമായിട്ട് ജീവനില്ലാതാക്കി ഇവർക്ക് ഇപ്പോഴായിരിക്കും ഓരോന്ന് ഓർമ്മ വരിക. കാരണം ഈ ജയിൽ പുള്ളികൾ വളരെ വലിയ മാനസിക സംഘർഷത്തിലൂടെ പോണ ആളുകളാണ്. ഇപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ അവിടെ കിടന്ന കുറച്ച് ദിവസങ്ങളിൽ ഞാൻ പറയാം, എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ എൻ്റെ സെല്ലിൽ കഴിയുന്ന ആളുകൾക്ക് ഒരുപാട് കൗൺസിലിംഗ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവരത്രയും സ്ട്രെസ്സിലൂടെ കടന്നു വന്ന് പല സാഹചര്യങ്ങളിലൂടെ കടന്നു വരുന്ന ആളുകളാണ്. ഞാൻ മനസ്സിലാക്കുന്ന 3 തരത്തിലുള്ള തടവുകാർ ജയിലിലുണ്ട്. ഒന്ന് പക്കാ ക്രിമിനൽസ്,
അവരിത് കഴിയുന്നു, വീണ്ടും വരുന്നു, വീണ്ടും ജയിലിലായിട്ട് നിരന്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ. ചില ആളുകൾ എന്ന് പറഞ്ഞാൽ പെട്ടുപോകുന്ന ആളുകളാണ്. അവർ നിരപരാധികളായ ആളുകളായിരിക്കും. ചില ആളുകൾ സാഹചര്യങ്ങൾ കൊണ്ട് ഒരു തെറ്റ് ചെയ്തു പോകുന്ന ആളുകൾ. ഇവരൊക്കെ ഈ അവസാനം പറഞ്ഞ രണ്ട് കൂട്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര മെൻ്റൽ സ്ട്രെസ്സ്, എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് മനസ്സ് കൈവിട്ടു പോയിട്ട് എത്ര പേരാണെന്നറിയോ ഈ മറ്റേ സൈക്കാട്രിക് ഗുളികകൾ കഴിക്കുകയാണ് ഉറക്കം കിട്ടാതെ. കാരണം അത്രയും പിന്നെ ഒരു റോബോട്ട് പോലെ ഇങ്ങനെ നടക്കും, കളിയില്ല, ചിരിയില്ല, വർത്താനമില്ല, ആ രീതിയിൽ പോകുന്ന ആളുകളാണ്. നമ്മൾ കാണുന്നതിലപ്പുറം ഒരുപാട് മനുഷ്യാവകാശങ്ങൾ ശരിക്കും ജയിലിൽ കിട്ടുന്നുണ്ട്. കാരണം ജയിലിൽ നിന്ന് ആലോചിച്ച് നോക്ക്, ഫുഡ് കറക്റ്റായിട്ട് കറക്റ്റ് സമയത്ത് ചൂടുള്ള സമയത്ത് ഫുഡ് കിട്ടുന്നു. പനിയാണെന്ന് പറയുമ്പോൾ നമ്മൾ ഡോക്ടറെ കാണിക്കുന്നു, നമുക്ക് എന്തെങ്കിലും വയ്യാന്ന് പറയുമ്പോൾ ഡോക്ടറെ കാണിക്കുന്നു, മരുന്നൊക്കെ ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടണം. ഒന്നിടവിട്ട ദിവസങ്ങളിൽ 20 മിനിറ്റ് വെച്ച് വീട്ടിലേക്ക് വിളിക്കാനുള്ള സൗകര്യം. പിന്നെ ഭക്ഷണത്തിലാണെങ്കിൽ മട്ടൻ, ചിക്കൻ, മത്സ്യം, ഇങ്ങനെ എല്ലാവിധ പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ കിട്ടുകയാണ്. അപ്പോൾ പക്ഷേ ഇവർക്ക് എന്തില്ല, മാനസികമായുള്ളൊരു ഉല്ലാസമോ, മാനസിക ഉല്ലാസം എന്ന് പറഞ്ഞാൽ അവരനുഭവിക്കുന്ന തെറ്റുകളിൽ നിന്ന് റിലീസാവാനുള്ള ഒരു മോചനത്തിലുള്ള സംവിധാനമല്ല. ഞായറാഴ്ചകളിൽ ക്രിസ്ത്യാനികളുടെ ചില പരിപാടികൾ വരാന്നല്ലാതെ ഹിന്ദു മതത്തിൻ്റെയോ മുസ്ലിം മതത്തിൻ്റെയോ ആളുകൾ വന്നിട്ട് അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നില്ല. സർക്കാരിൻ്റെ പല കൗൺസിലർമാർ ശരിക്കും ജയിലുണ്ടാവും, പക്ഷെ അവരൊക്കെ ലീവിലാണെങ്കിലോ അല്ലെങ്കിൽ അവരില്ലെങ്കിലോ അതുപോലും കിട്ടില്ല. അപ്പോൾ ഈ തടവുകാരായ ആളുകൾ അവരും മനുഷ്യരാണ്, തെറ്റ് ചെയ്താൽ അവർക്ക് നമ്മുടെ കോടതി തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് ശിക്ഷ കൊടുക്കണം. പക്ഷെ ആ ശിക്ഷിക്കുന്നതിനപ്പുറം ഭയങ്കര മെൻ്റൽ സ്ട്രെസ്സിലൂടെ പോകുന്ന ആളുകളായിരിക്കും. അവർക്കതിന് റിലീഫിന് സൗകര്യമില്ല. അപ്പോൾ ഇവൻ്റെ അഫാൻ്റെ കാര്യത്തിൽ ഈ ബാത്റൂമിൽ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം അതിൻ്റെ ഒരു സൗകര്യം അവിടെ ഇല്ല. ജയിലിൽ സാധാരണ ആളുകൾക്ക് അവർക്ക് ധരിക്കാവുന്ന വേഷങ്ങൾ ധരിക്കാം. അലക്കുന്നതിനൊരു ദിവസമുണ്ട്, അലക്കിയ ഡ്രസ്സ് എടുത്തു കൊണ്ടുവരാനൊരു സമയമുണ്ട്. ആ സമയത്താണ് അലക്കിയ ഡ്രസ്സ് എടുത്തു കൊണ്ടുവരിക. പക്ഷേ ഇവൻ്റെ കാര്യത്തിൽ ഇവൻ്റെ മനസ്സിൽ ഇവനെന്നോ മരിച്ചു കഴിഞ്ഞു. ഇവൻ സത്യത്തിൽ 5 പേരെയല്ല കൊന്നത്, 6 പേരെയാണ്. ഇവനെ അടക്കം 6 പേരെ കൊന്നിട്ടാണ് ഇവൻ ആ ജയിലിലേക്ക് വരുന്നത്. ഇവൻ പറയുന്നത് തന്നെ, ഞാൻ ഇനിയും ഇത് ചെയ്യും, എനിക്കിനി ജീവിക്കേണ്ട. ഇവനെ ഉപ്പ ഇവനെ തള്ളിപ്പറഞ്ഞു, ഉമ്മ ഇവനെ തള്ളിപ്പറഞ്ഞു. എങ്ങനെയാ തള്ളി പറയാതിരിക്കുക? നമുക്കിതൊരു പാടാണ്. ഞാൻ ആരെയും ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ ആരെയും അഫാനെ ആണെങ്കിലും ആരെയും ജഡ്ജ് ചെയ്യുന്നതല്ല. നിലവിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ കടം വാങ്ങിയിട്ട് വല്ലാതെ ലോണ് വാങ്ങിയിട്ട് നമ്മൾ ജീവിക്കാതിരിക്കുക. നമ്മുടെ വരുമാനത്തിനനുസരിച്ചുള്ള ഒരു ജീവിതം നമ്മൾ കെട്ടിപ്പടുക്കാം. നമ്മൾ ഡ്രീം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫിനെ സെറ്റ് ചെയ്യുമ്പോൾ ആ രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യണം. ഇത് മറ്റുള്ളവരുടെ അയൽപ്പക്കത്തുള്ള ജീവിതം നോക്കിയിട്ട് എനിക്ക് ഇങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ അത് ഏത് തരത്തിലുള്ള ദുരന്തമാവും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് അപ്പൻ. എന്തായാലും തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന അവൻ അതിൽ എന്താ പറയുക, അതൊക്കെ ഒന്ന് റിക്കവർ ആയിട്ട് വരട്ടെ. മറ്റൊന്ന്, ഇപ്പോൾ കനത്ത മഴയും കാറ്റും, ഇപ്പോൾ നല്ല കാറ്റടിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ഉദുമൽപേട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ അറിഞ്ഞത് നാട്ടിൽ ഭയങ്കര മഴയാണ്, പ്രശ്നങ്ങളാണ്. നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ നല്ല കാറ്റടിക്കുന്നുണ്ട്. ഇവിടെയും മഴ ഉണ്ട്, ശക്തമായ മഴ എന്നൊന്നും പറയാൻ വയ്യ, എന്നാലും ഭയങ്കര കാറ്റാണ്. മഴയൊക്കെ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നാട്ടിൽ ഇങ്ങൾക്കൊന്നും പ്രശ്നങ്ങളില്ല, എല്ലാവരും സേഫാണെന്ന് കരുതുന്നു. മഴയുടെ സമയത്ത് പ്രത്യേകം സൂക്ഷിക്കുക. ബൈക്ക് എടുത്തൊക്കെ പോകുമ്പോൾ നല്ല ടയറുള്ള ബൈക്കായിട്ടാവണം പോവേണ്ടത്. തെന്നി വീഴാനും അപകടങ്ങൾ ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. പല അപകടം, അതുപോലെ കുട്ടികളുള്ള ആളുകൾ, കിണറും അതേപോലെ കുഴികളൊക്കെ നിറഞ്ഞിരിക്കുന്ന സമയമായിരിക്കും. ഒരു അപകടം ഉണ്ടാവരുത്. ഇതൊക്കെ ഒരു മഴക്കാലത്ത് നമ്മുടെ വീടും പരിസരങ്ങളൊക്കെ വൃത്തിയാക്കണം നമ്മൾ, കൊതുകിൻ്റെ പ്രശ്നങ്ങളും. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ സേഫാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഈ മഴയുടെ പ്രയാസങ്ങൾ കൂട്ടത്തിൽ നമ്മൾ കുറച്ചായി നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അങ്ങനെ ഒരു 1.5 മാസമായി നമ്മളൊരു വീഡിയോയിൽ ചോദ്യം ചോദിച്ചിട്ട് ഇന്ന് നമ്മൾ ചോദ്യം ചോദിക്കുകയാണ്. ഹജ്ജ്, ഇപ്പോൾ നമ്മൾ ഹജ്ജിൻ്റെ ഒരു സമയമാണല്ലോ. ഹജ്ജിന് വേണ്ടിയിട്ട് നമ്മൾ മെൻ്റലി നമ്മൾ പലരും ഒരുങ്ങിയിട്ടുണ്ടാവും. ഹജ്ജ് ചെയ്ത് കഴിഞ്ഞ ആളുകളുണ്ടാവും. ഞാൻ പലതവണ ചോദിച്ചൊരു ചോദ്യമാണ്, പക്ഷേ ഹജ്ജിൻ്റെ ചോദ്യം ആയതുകൊണ്ട് ഈ ചോദ്യം കൊണ്ടാവട്ടെ തുടങ്ങാമെന്ന് കരുതി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര തവണ ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ എൻ്റെ ചോദ്യം അതല്ല. ഹബീബായ നബി മക്കയിൽ നിന്ന് പോയിട്ടാണോ ഹജ്ജ് ചെയ്തത്, അതോ മദീനയിൽ നിന്ന് പോയിട്ടാണോ ഹജ്ജ് ചെയ്യാൻ പോയത്? ഒരു തവണയാണ് ഹജ്ജ് ചെയ്തിട്ടുള്ളൂ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് മക്കയിൽ നിന്നാണോ പോയത് അതോ മദീനയിൽ നിന്നാണോ ഹജ്ജ് ചെയ്യാൻ പോയത്? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ്
മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.